മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ക്രൗഡ് പുള്ളറാണ് മോഹൻലാൽ എന്ന നടൻ. ബോക്സ് ഓഫീസിൽ ഒരുപാട് റെക്കോർഡുകൾ തീർത്ത മോഹൻലാലിനെ പക്ഷേ ഈ അടുത്ത കാലത്തായി ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ അവസാനമായി തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ നേരൊഴികെ ബാക്കിയെല്ലാം വലിയ പരാജയങ്ങളായി മാറി. അതിൽ എലോൺ എന്ന ഷാജി കൈലാസ് ചിത്രത്തിന് 1 കോടി പോലും കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല. ഏറെ പ്രതീക്ഷയോടെ വന്ന മലൈക്കോട്ടെ വാലിബനും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. മോഹൻലാലിൻ്റെ ഈ അടുത്തിടെ ഇറങ്ങിയ പടങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പടങ്ങളുടെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. തൻ്റെ ഒരു കംഫോർട്ട് സോൺ വിട്ട് പോവാത്തതാണ് മോഹൻലാലിൻ്റെ പരാജയങ്ങൾക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുലിമുരുകൻ പോലെയുള്ള ബോക്സ് ഓഫീസ് വിജയം ഉണ്ടായതിനു ശേഷം അതേ വാർപ്പ് മാതൃകയിലുള്ള സിനിമകളാണ് മോഹൻലാൽ ചെയ്യുന്നത്. തന്നിലെ നടനെ ചലഞ്ച് ചെയ്യുന്ന ഒരു റോളും അദ്ദേഹം ഈ അടുത്ത് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പലപ്പോഴും ഇറങ്ങുന്ന സിനിമകൾക്കെല്ലാം ഒറ്റ കഥയാണെന്ന് വരെ തോന്നിയിട്ടുണ്ട്. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വന്ന ആറാട്ടും മോൺസ്റ്ററും അദ്ദേഹം തന്നെ മുമ്പ് എഴുതിയ തിരക്കഥയെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതുപോലെയായിരുന്നു തോന്നിയത്. 2 സിനിമയും വലിയ നിരാശയാണ് സമ്മാനിച്ചത്. ഈ ടൈപ്പ് കഥകളിൽ നിന്ന് മലയാള സിനിമ എന്നേ മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇത്തരം സിനിമകൾക്ക് ഇനി ബോക്സ് ഓഫീസ് വിജയം നേടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാതെ ഉദയകൃഷ്ണയെ പോലുള്ളവർ ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിലാക്കി ഇറക്കുകയാണ്. ഇത്തരം സിനിമകളിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ പലപ്പോഴും അത് അരോചകമായും ഫീൽ ചെയ്യാറുണ്ട്. ലാലേട്ടൻ ട്രാക്ക് മാറ്റി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കൂടെ മലൈക്കോട്ടെ വാലിബൻ ചെയ്തെങ്കിലും ചിത്രത്തിൻ്റെ മാർക്കറ്റിലുണ്ടായ പിഴവ് ചിത്രത്തെ ബാധിച്ചു. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു. മറ്റൊരു പ്രശ്നമായി തോന്നിയത്, ഒരു വശത്ത് മമ്മൂട്ടി അഭിനയ പ്രാധാന്യമുള്ള മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് ബോക്സ് ഓഫീസ് വിജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ മോഹൻലാൽ മാസ് മസാല സിനിമകൾക്ക് പുറകെ പോയി അപ്പിയറൻസ് പോലും ഒരു ചേഞ്ച് പോലും വരുത്താതെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോകുന്നതാണ്. തൻ്റെ സ്ഥിരം ട്രാക്ക് വിട്ട് പുതിയ കാലത്തിൻ്റെ സിനിമകളിലേക്ക് വന്നാൽ മാത്രമേ മോഹൻലാലിന് ഇനി വലിയ വിജയങ്ങൾ ഉണ്ടാവൂ എന്ന കാര്യം ഉറപ്പാണ്. ബറോസ്, എമ്പുരാൻ, റാം, റംബാൻ തുടങ്ങിയവയാണ് ഇനി മോഹൻലാലിൻ്റെതായി വരാനുള്ള പ്രൊജക്റ്റുകൾ. ഇവയുടെ ബോക്സ് ഓഫീസ് പ്രകടനം കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.